1 plus 1, 2 is maths. 1 plus 1, 1 is love. ഒരു മലയാളം പാട്ടിന്റെ ആദ്യ വരികളാണിത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലെങ്കിൽ കേൾക്കണം. കണക്കിന്റെ നിയമം പോലെയല്ല സ്നേഹത്തിന്റെ നിയമം. അതുതന്നെയാണ് ഭാഷയുടെ കാര്യവും. കണക്കിന്റെ കണ്ണിലൂടെ കണ്ടുകൊണ്ട് ഭാഷയെ കാൽക്കീഴിലാക്കാമെന്ന് കരുതിയാൽ അതൊരിക്കലും നടക്കില്ല. ഒരുപാട് ഗ്രാമർ പഠിച്ചിട്ടും അനേകർക്കും ഇപ്പോഴും ഇംഗ്ലീഷിൽ സംസാരിക്കാൻ കഴിയാത്തതിന്റെ കാരണം അത് തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഭാഷയെ സ്നേഹിക്കാൻ പഠിക്കണം. അപ്പോൾ ഭാഷ സ്വയം നമുക്ക് കീഴ്പ്പെട്ടു വരും. കാരണം ഭാഷ ദൈവികമാണ്. ലാംഗ്വേജ് ഈസ് ഡിവൈൻ. എങ്ങനെയാണ് നമ്മൾ ഭാഷയെ സ്നേഹിക്കുന്നത്? ഓരോ സാഹചര്യത്തിലും ഉപയോഗിക്കേണ്ട അടിസ്ഥാന പ്രയോഗങ്ങൾ, ബേസിക് ഫ്രേസസ് നമ്മൾ നെഞ്ചിലേറ്റണം. ഓരോ പ്രയോഗം പഠിക്കുമ്പോഴും അത് ഉപയോഗിച്ച് ധാരാളം സംസാരിക്കണം. അങ്ങനെ ആ പ്രയോഗം നമുക്ക് മനഃപ്പാഠമാകണം. ഞായർ എന്നതിന്റെ ഇംഗ്ലീഷ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഉടനെ പറയും സൺഡേ എന്ന്, അല്ലെ? ബുധൻ വെനസ്ഡേ, വെള്ളി ഫ്രൈഡേ. എത്ര പെട്ടെന്നാണ് നിങ്ങളത് പറയുന്നത്. അതുപോലെ ഇംഗ്ലീഷിലെ അടിസ്ഥാന പ്രയോഗങ്ങളെല്ലാം നമുക്ക് മനഃപ്പാഠമാകണം. അങ്ങനെയായാൽ ഏത് സന്ദർഭത്തിലും ഒഴുക്കോടെ, തെറ്റില്ലാതെ, നിർഭയം ഇംഗ്ലീഷിൽ സംസാരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഇംഗ്ലീഷിലെ അടിസ്ഥാന പ്രയോഗങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അനേകം ഉദാഹരണങ്ങളും ഹോംവർക്കും സഹിതം ഞാൻ 30 വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ 3 വീഡിയോകൾ ഇപ്പോൾ തന്നെ യൂട്യൂബിലുണ്ട്. ബാക്കി 27 വീഡിയോകൾ അടങ്ങിയ എന്റെ പ്രൈവറ്റ് ക്ലാസ് ഇതിനോടകം പലരും വാങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ അത് കൂടുതൽ പേർക്ക് പ്രയോജനപ്പെടേണ്ടതിന് ഞാൻ അത് 50% ഡിസ്കൗണ്ടിൽ, അതായത് പകുതി പ്രൈസിൽ നൽകുകയാണ്. താല്പര്യമുള്ളവർ ഈ സുവർണ അവസരം പാഴാക്കാതെ 8123225414 എന്ന എന്റെ നമ്പറിൽ ദയവായി ബന്ധപ്പെടുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.